ആവർത്തന പുസ്തകം 24 അധ്യായം. ഒരു പുരുഷൻ ഒരു സ്ത്രീയെ തിരഞ്ഞെടുത്ത് വിവാഹം ചെയ്ത ശേഷം അവളിൽ ദൂഷ്യമായ വല്ലതും കണ്ടിട്ട് അവൻ അവളോട് അനിഷ്ടം തോന്നിയാൽ ഒരു ഉപേക്ഷണ പത്രം എഴുതി കയ്യിൽ കൊടുത്ത് അവളെ വീട്ടിൽ നിന്ന് അയക്കണം. അവൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട ശേഷം അവൾ പോയി മറ്റൊരു പുരുഷന് ഭാര്യയായിരിക്കാം. എന്നാൽ രണ്ടാമത്തെ ഭർത്താവ് അവളെ വെറുത്ത് ഒരു ഉപേക്ഷണ പത്രം എഴുതി കയ്യിൽ കൊടുത്ത് അവളെ വീട്ടിൽ നിന്ന് അയക്കുകയോ അവളെ ഭാര്യയായിട്ട് എടുത്ത രണ്ടാമത്തെ ഭർത്താവ് മരിച്ചു പോകുകയോ ചെയ്താൽ അവളെ ഉപേക്ഷിച്ച മുമ്പലത്തെ ഭർത്താവിന് അവൾ അശുദ്ധയായ ശേഷം അവളെ പിന്നെയും ഭാര്യയായി പരിഗ്രഹിച്ചുകൂടാ. ഇത് യഹോവയുടെ മുമ്പാകെ അറപ്പാകുന്നു. നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി തരുന്ന ദേശം നീ പാപം കൊണ്ട് മലിനമാക്കരുത്. ഒരു പുരുഷൻ പുതുതായി ഒരു സ്ത്രീയെ പരിഗ്രഹിച്ചിരിക്കുമ്പോൾ അവൻ യുദ്ധത്തിന് പോകരുത്. അവൻ്റെ മേൽ യാതൊരു ഭാരവും വയ്ക്കരുത്. അവനൊരു സംവത്സരത്തേക്ക് വീട്ടിൽ സ്വതന്ത്രനായി താൻ പരിഗ്രഹിച്ച ഭാര്യയെ സന്തോഷിപ്പിക്കണം. തിരിക്കല്ലാകട്ടെ അതിൻ്റെ മേൽക്കല്ലാകട്ടെ ആരും പണയം വാങ്ങരുത്. അത് ജീവനെ പണയം വാങ്ങുകയല്ലോ. ആരെങ്കിലും തൻ്റെ സഹോദരന്മാരായ ഇസ്രായേൽ മക്കളിൽ ഒരുത്തിനെ മോഷ്ടിച്ച് അവനോട് കാഠിന്യം പ്രവർത്തിക്കുകയോ അവനെ വിലയ്ക്ക് വിൽക്കുകയോ ചെയ്യുന്നത് കണ്ടാൽ മോഷ്ടാവ് മരണശിക്ഷ അനുഭവിക്കണം. ഇങ്ങനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ദോഷം നീക്കിക്കളയണം. കുഷ്ഠരോഗത്തിൻ്റെ ബാധാകാര്യത്തിൽ ഏറ്റവും സൂക്ഷിച്ചിരിപ്പാനും ലേവ്യരായ പുരോഹിതന്മാർ നിങ്ങൾക്ക് ഉപദേശിച്ചു തരുന്നത് പോലെയൊക്കെയും ചെയ്യുവാനും ജാഗ്രതയായിരിക്കണം. ഞാൻ അവരോട് കൽപ്പിച്ചതുപോലെ തന്നെ നിങ്ങൾ ചെയ്യണം. നിങ്ങൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ശേഷം നിന്റെ ദൈവമായ യഹോവ വഴിയിൽ വെച്ച് മിര്യാമിനോട് ചെയ്തത് ഓർത്തുകൊള്ളുക. കൂട്ടുകാരൻ എന്തെങ്കിലും വായ്പ കൊടുക്കുമ്പോൾ അവൻ്റെ പണയം വാങ്ങുവാൻ വീട്ടിനകത്ത് കടക്കരുത്. നീ പുറത്തു നിൽക്കണം. വായ്പ വാങ്ങിയവൻ പണയം നിന്റെ അടുക്കൽ പുറത്തു കൊണ്ടുവരണം. അവൻ ദരിദ്രനാകുന്നുവെങ്കിൽ നീ അവൻ്റെ പണയം കൈവശം വെച്ചുകൊണ്ട് ഉറങ്ങരുത്. അവൻ തൻ്റെ വസ്ത്രം പുതച്ച് ഉറങ്ങി നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് സൂര്യൻ അസ്തമിക്കുമ്പോൾ പണയം നീ അവന് മടക്കി കൊടുക്കണം. അത് നിന്റെ ദൈവമായ യഹോവയുടെ മുമ്പാകെ നിനക്ക് നീതിയായിരിക്കും. നിന്റെ സഹോദരന്മാരിലോ നിന്റെ ദേശത്ത് നിന്റെ പട്ടണങ്ങളിലുള്ള പരദേശികളിലോ ദരിദ്രനും അഗതിയുമായ കൂലിക്കാരനെ നീ പീഡിപ്പിക്കരുത്. അവൻ്റെ കൂലി അന്നേക്കന്ന് കൊടുക്കണം. സൂര്യൻ അതിന്മേൽ അസ്തമിക്കരുത്. അവൻ ദരിദ്രനും അതിനായി ആശിച്ചു കൊണ്ടിരിക്കുന്നവനുമല്ലോ. അവൻ നിനക്ക് വിരോധമായി യഹോവയോട് നിലവിളിപ്പാനും അത് നിനക്ക് പാപമായി തീരുവാനും ഇടവരുത്തരുത്. മക്കൾക്ക് പകരം അപ്പന്മാരും അപ്പന്മാർക്ക് പകരം മക്കളും മരണശിക്ഷ അനുഭവിക്കരുത്. താന്താൻ്റെ പാപത്തിന് താന്താൻ മരണശിക്ഷ അനുഭവിക്കണം. പരദേശിയുടെയും അനാഥൻ്റെയും ന്യായം മറിച്ചു കളയരുത്. വിധവയുടെ വസ്ത്രം പണയം വാങ്ങുകയും അരുത്. നീ മിസ്രൈമിൽ അടിമയായിരുന്നുവെന്നും നിന്റെ ദൈവമായ യഹോവ നിന്നെ അവിടെ നിന്ന് വീണ്ടെടുത്തുവെന്നും ഓർക്കണം. അതുകൊണ്ടാകുന്നു ഇക്കാര്യം ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത്. നിന്റെ വയലിൽ വിളവ് കൊയ്തിട്ട് ഒരു കറ്റ വയലിൽ മറന്നുപോയാൽ അതിനെ എടുപ്പാൻ മടങ്ങിപ്പോകരുത്. നിന്റെ ദൈവമായ യഹോവ നിന്റെ സകല പ്രവൃത്തിയിലും നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് അത് പരദേശിക്കും അനാഥനും വിധവയ്ക്കും ഇരിക്കട്ടെ. ഒലിവ് വൃക്ഷത്തിൻ്റെ ഫലം തല്ലുമ്പോൾ കൊമ്പ് തപ്പിപ്പറിക്കരുത്. അത് പരദേശിക്കും അനാഥനും വിധവയ്ക്കും ഇരിക്കട്ടെ. മുന്തിരിത്തോട്ടത്തിലെ പഴം അറുത്തെടുക്കുമ്പോൾ കാല പെറുക്കരുത്. അത് പരദേശിക്കും അനാഥനും വിധവയ്ക്കും ഇരിക്കട്ടെ. നീ മിസ്രയീം ദേശത്ത് അടിമയായിരുന്നു എന്ന് ഓർക്കണം. അതുകൊണ്ടാകുന്നു ഞാൻ ഇക്കാര്യം നിന്നോട് കൽപ്പിക്കുന്നത്. സങ്കീർത്തനങ്ങൾ 134. അല്ലയോ രാത്രികാലങ്ങളിൽ യഹോവയുടെ ആലയത്തിൽ നിൽക്കുന്നവരായി യഹോവയുടെ സകല ദാസന്മാരുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുവിൻ. വിശുദ്ധ മന്ദിരത്തിലേക്ക് കൈ ഉയർത്തി യഹോവയെ വാഴ്ത്തുവിൻ. ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോസ്തല പ്രവൃത്തികൾ 22 അധ്യായം. സഹോദരന്മാരും പിതാക്കന്മാരുമായുള്ളവരെ, എനിക്കിന്ന് നിങ്ങളോട് ഉള്ള പ്രതിവാദം കേട്ടുകൊള്ളുവിൻ. എന്നാൽ എബ്രായ ഭാഷയിൽ സംസാരിക്കുന്നത് കേട്ടിട്ട് അവർ അധികം മൗനമായി നിന്നു. അവൻ പറഞ്ഞതെന്തെന്നാൽ, ഞാൻ കിലിക്കിയിലെ തർസോസിൽ ജനിച്ച യഹൂദനും ഈ നഗരത്തിൽ വളർന്ന് ഗമാലിയേലിൻ്റെ കാൽക്കലിരുന്ന് പിതാക്കന്മാരുടെ ന്യായപ്രമാണം സൂക്ഷ്മതയോടെ അഭ്യസിച്ചവനുമാകിയാൽ നിങ്ങളെല്ലാവരും ഇന്ന് ഇരിക്കുന്നത് പോലെ ദൈവസേവയിൽ എരിവുള്ളവനായിരുന്നു. ഞാൻ പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചുകെട്ടി തടവിൽ ഏൽപ്പിച്ചു. ഈ മാർഗക്കാരെ കൊല്ലുവാനും മടിക്കാതെ ഉപദ്രവിച്ചും വന്നു. അതിന് മഹാപുരോഹിതന്മാരും മൂപ്പന്മാരുടെ സംഘമൊക്കെയും എനിക്ക് സാക്ഷികൾ. അവരോട് സഹോദരന്മാർക്കായി എഴുത്തു വാങ്ങിക്കൊണ്ട് ദമസ്കൂസിൽ പാർക്കുന്നവരെയും പിടിച്ചുകെട്ടി ദണ്ഡനത്തിനായി യെരുശലേമിലേക്ക് കൊണ്ടുപോരേണ്ടതിന് ഞാൻ അവിടേക്ക് യാത്രയായി. അങ്ങനെ പ്രയാണം ചെയ്ത് ദമസ്കൂസിനോടടുത്തപ്പോൾ ഏകദേശം ഉച്ചയ്ക്ക് പെട്ടെന്ന് ആകാശത്തു നിന്ന്
വലിയൊരു വെളിച്ചം എൻ്റെ ചുറ്റും മിന്നി. ഞാൻ നിലത്തു വീണു. ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് എന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. കർത്താവേ, നീ ആർ എന്ന് ഞാൻ ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന നസ്രായനായ യേശു ആകുന്നു ഞാൻ എന്ന് അവനോട് പറഞ്ഞു. എന്നോട് കൂടെയുള്ളവർ വെളിച്ചം കണ്ട്, എങ്കിലും എന്നോട് സംസാരിക്കുന്നവൻ്റെ ശബ്ദം കേട്ടില്ല. കർത്താവേ, ഞാൻ എന്തു ചെയ്യണമെന്ന് ചോദിച്ചതിന് കർത്താവ് എന്നോട്, എഴുന്നേറ്റ് ദമസ്കോസിലേക്ക് പോക, നീ ചെയ്യേണ്ടതിന് വിധിച്ചിരിക്കുന്നതെല്ലാം അവിടെ നിന്നോട് പറയും എന്ന് കൽപ്പിച്ചു. ആ വെളിച്ചത്തിൻ്റെ തേജസ് ഹേതുവായിട്ട് കണ്ണു കാണായികയാൽ കൂടെയുള്ളവർ എന്നെ കൈക്കു പിടിച്ചു നടത്തി. അങ്ങനെ ഞാൻ ദമസ്കോസിലേക്കെത്തി. അവിടെ പാർക്കുന്ന സകല യഹൂദന്മാരാലും നല്ല സാക്ഷ്യം കൊണ്ടവനായ, ന്യായപ്രമാണപ്രകാരം ഭക്തിയുള്ളവനായ പുരുഷൻ അനന്യാസ് എന്നൊരുത്തൻ എൻ്റെ അടുക്കൽ വന്ന് നിന്ന്, സഹോദരനായ ശൗലേ, കാഴ്ച പ്രാപിക്ക എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ ഞാൻ കാഴ്ച പ്രാപിച്ച് അവനെ കണ്ടു. അപ്പോൾ അവൻ എന്നോട്, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നിന്നെ തൻ്റെ ഇഷ്ടം അറിയുവാനും നീതിമാനായവനെ കാണുവാനും അവൻ്റെ വായിൽ നിന്ന് വചനം കേൾപ്പാനും നിയമിച്ചിരിക്കുന്നു. നീ കാണുകയും കേൾക്കുകയും ചെയ്തതിന് സകല മനുഷ്യർക്കും നീ അവൻ്റെ സാക്ഷിയായിത്തീരും. ഇനി താമസിക്കുന്നതെന്ത്? എഴുന്നേറ്റ് അവൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനപ്പെട്ട് നിന്റെ പാപങ്ങളെ കഴുകിക്കളക എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ യെരൂശലേമിൽ മടങ്ങിച്ചെന്ന് ദൈവാലയത്തിൽ പ്രാർത്ഥിക്കുന്നേരം ഒരു വിവശതയിലായി അവനെ കണ്ടു. നീ ബന്ധപ്പെട്ട് വേഗം യെരൂശലേം വിട്ടുപോക, നീ എന്നെക്കുറിച്ച് പറയുന്ന സാക്ഷ്യം അവർ കൈക്കൊള്ളുകയില്ല എന്ന് എന്നോട് കൽപ്പിച്ചു. അതിന് ഞാൻ, കർത്താവേ, നിന്നിൽ വിശ്വസിക്കുന്നവരെ ഞാൻ തടവിലാക്കുകയും പള്ളിതോറും അടുപ്പിക്കുകയും ചെയ്തു എന്നും, നിന്റെ സാക്ഷിയായ സ്തേഫാനോസിൻ്റെ രക്തം ചൊരിഞ്ഞപ്പോൾ ഞാനും സമ്മതിച്ച് അരികെ നിന്ന് അവനെ കൊല്ലുന്നവരുടെ വസ്ത്രം കാത്തുകൊണ്ടിരുന്നുവെന്നും അവർ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. അവൻ എന്നോട്, നീ പോക, ഞാൻ നിന്നെ ദൂരത്ത് ജാതികളുടെ അടുക്കലേക്ക് അയക്കും എന്ന് കൽപ്പിച്ചു. ഈ വാക്കോളം അവർ അവന് ചെവി കൊടുത്തു. പിന്നെ, ഇങ്ങനത്തവനെ ഭൂമിയിൽ നിന്ന് നീക്കിക്കളക, അവൻ ജീവിച്ചിരിക്കുന്ന യോഗ്യമല്ല എന്ന് നിലവിളിച്ചു പറഞ്ഞു. അവർ കൂക്കലിട്ടും വസ്ത്രം കീറിക്കളഞ്ഞും പൂഴിവാരി മേലോട്ട് എറിഞ്ഞും കൊണ്ടിരിക്കുമ്പോൾ അവർ ഇങ്ങനെ അവൻ്റെ നേരെ ആർക്കുവാൻ സംഗതി എന്തെന്ന് അറിയേണ്ടതിന് ചമ്മട്ടുകൊണ്ട് അവനോട് ചോദിക്കണം എന്ന് സഹസ്രാധിപൻ പറഞ്ഞ് അവനെ കോട്ടയിലേക്ക് കൊണ്ടുപോകുവാൻ കൽപ്പിച്ചു. തന്നെ വാറുകൊണ്ട് കെട്ടുമ്പോൾ പൗലോസ് അരികെ നിൽക്കുന്ന ശതാധിപനോട്, റോമ പൗരനും വിസ്താരം കഴിയാത്തവനുമായ മനുഷ്യനെ ചമ്മട്ടുകൊണ്ട് അടിക്കുന്നത് വിഹിതമോ എന്ന് ചോദിച്ചു. ഇത് കേട്ടിട്ട് ശതാധിപൻ ചെന്ന് സഹസ്രാധിപനോട്, നീ എന്തു ചെയ്യുവാൻ പോകുന്നു? ഈ മനുഷ്യൻ റോമ പൗരനാകുന്നു എന്ന് ബോധിപ്പിച്ചു. സഹസ്രാധിപൻ വന്ന്, നീ റോമ പൗരൻ തന്നെയോ? എന്നോട് പറയുക എന്ന് ചോദിച്ചതിന്, അതേ എന്നവൻ പറഞ്ഞു. ഞാൻ ഏറിയ മുതൽ കൊടുത്ത് ഈ പൗരത്വം സമ്പാദിച്ചു എന്ന് സഹസ്രാധിപൻ പറഞ്ഞതിന്, ഞാനോ അങ്ങനെ ജനിച്ചിരിക്കുന്നുവെന്ന് പൗലോസ് പറഞ്ഞു. ഭേദ്യം ചെയ്യുവാൻ ഭാവിച്ചവർ ഉടനെ അവനെ വിട്ടുമാറി. സഹസ്രാധിപനും അവനെ റോമൻ പൗരൻ എന്നറിഞ്ഞപ്പോൾ അവനെ ബന്ധിച്ചതുകൊണ്ട് ഭയപ്പെട്ടു. പിറ്റേന്ന് യഹൂദന്മാർ പൗലോസിന്മേൽ ചുമത്തിയ കുറ്റത്തിൻ്റെ സൂക്ഷ്മം അറിയുവാൻ നിശ്ചയിച്ചിട്ട് അവൻ മഹാപുരോഹിതന്മാരും ന്യായാധിപ സംഘമൊക്കെയും കൂടി വരുവാൻ കൽപ്പിച്ച് അവനെ കെട്ടഴിച്ച് താഴെ കൊണ്ടുവന്ന് ചെന്ന് അവരുടെ മുമ്പിൽ നിർത്തി.